തന്നെ പല്ലിനിടയ്ക്കുള്ള ഗ്യാപ്പ് നിങ്ങൾ പലരും ശ്രദ്ധിച്ചു കാണും. ചിലരുടെ രണ്ട് പല്ലിന് ഇൻസൈസ് ഫ്രണ്ടിലുള്ള രണ്ട് ടീത്തിന് ഇടയ്ക്കായിട്ട് ഒരു സ്പേസ് കാണും. സോ അങ്ങനെ സ്പേസ് വരാനുള്ള കാര്യം എന്ന് പറയുന്നത് ചിലർക്കുള്ള ഫ്രീഡമാണ്. ഫ്രീഡം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഭാഗത്ത് നമ്മുടെ ചുണ്ട് നമ്മൾ പൊക്കിയാൽ അറിയാം, അവിടെ ഒരു ടിഷ്യൂ ഉണ്ട്. ഞാൻ പിക്ചർ കാണിക്കാം. സോ ആ ഒരു ടിഷ്യൂ പലർക്കും പല രീതിയിലായിരിക്കും ഇരിക്കുന്നത്. ചിലർക്ക് കുറച്ച് മുകളിലോട്ട് കയറിയായിരിക്കും, ചിലർക്ക് പല്ലിനോട് ചേർന്നിട്ടായിരിക്കും ഇരിക്കുക. ഈ പല്ലിന്റെ രണ്ട് പല്ലിനെയും ഇടയ്ക്കായിട്ട് അപ്രോക്സിമേറ്റ്ലി അടുത്ത് തന്നെ വന്നിരിക്കും. അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെന്റ് ചെയ്താലും വീണ്ടും അത് പഴയ സ്റ്റേറ്റിലേക്ക് പോകും. കാരണം ആ ഒരു ടിഷ്യൂ അവിടെ ഇരിക്കുന്ന, ആ ഒരു ബാൻഡ് ഓഫ് ടിഷ്യൂ അവിടെ ഇരിക്കുന്നത് കാരണം പല്ല് അങ്ങനെ തന്നെ സ്പ്ലിറ്റ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ഓർത്തോ ചെയ്താലും വീണ്ടും വീണ്ടും ആ ഗ്യാപ്പ് അവിടെ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അതിന് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ ടിഷ്യൂവിനെ നമ്മൾ കട്ട് ചെയ്ത് ഒരു മൈനർ സർജിക്കൽ പ്രൊസീജിയർ എന്ന് പറയാം, ജസ്റ്റ് നമ്മളൊന്ന് കട്ട് ചെയ്ത് മുകളിലേക്കാക്കി മാറ്റും. അതിന്റെ ഒരു പൊസിഷൻ നമ്മൾ ചേഞ്ച് ചെയ്യും. അങ്ങനെ ചേഞ്ച് ചെയ്യുന്ന വഴി നമുക്ക് ആ ഒരു ഡയസ്റ്റിമ അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷം ആ ഒരു ഗ്യാപ്പ് വരാതിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ അങ്ങനെയുള്ള ആൾക്കാരിൽ നമ്മൾ കുറെ കൂടെ നാളത്തേക്ക് റിട്ടൻഷൻ അപ്ലയൻസസ്, നമ്മൾ ഈ പറയുന്ന ഒറ്റക്കമ്പി നമ്മൾ കുറച്ചുകൂടെ നാളത്തേക്ക് കൊടുക്കാൻ ചാൻസ് ഉണ്ട്.